ഇത് നമ്മൾ നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എൻ്റെ പ്രിയമുള്ളവരെ, വളരെയധികം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മോട് മനസ്സിലാക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു പവിത്രമായ ഒരൊറ്റ ദിവസത്തിലാണ്, എൻ്റെ പ്രിയമുള്ളവരെ, മാസത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, സഫർ മാസം എന്ന് പറഞ്ഞാൽ ഉസ്താദെ, ആ സഫറിൽ നമുക്ക് നന്മ ചെയ്യാൻ പറ്റുമോ? മുഹറത്തിൻ്റെയും പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെയും ഇടയിലുള്ള ഈ സഫർ, ഇവിടെ നമ്മൾക്ക് വിവാഹം കൂടാൻ പറ്റുമോ, വിവാഹം വെക്കാൻ പറ്റുമോ, സൽക്കാരങ്ങൾ വെക്കാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ ചില ആളുകൾ അവിടുന്ന് ചോദിക്കാറുണ്ട്. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രവണതയാണ്. പരിശുദ്ധമായ സഫർ മാസത്തിൽ നന്മകൾക്കൊന്നും പറ്റില്ല എന്ന് പറയുന്ന കാര്യം, ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പാടില്ല, ഒരിക്കലും തന്നെ നമ്മൾ അതിനെ ഉൾക്കൊള്ളാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പരിശുദ്ധമായ മുഹറം, അതേപോലെ തന്നെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ പരിശുദ്ധ സഫർ മാസത്തിൽ നിക്കാഹും കല്യാണങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് പടച്ചറബ്ബേ, ഇതൊരു നെഹസുള്ള സമയങ്ങളാണ്, ദിവസങ്ങളാണ്, നന്മകൾക്ക് പറ്റാത്ത മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നവരോട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അലി റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തന്റെ കരങ്ങളെ കൊണ്ട് റബ്ബേ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അതാ അവിടുന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തത് എൻ്റെ പ്രിയമുള്ളവരെ ഈ പുണ്യമായ സഫർ മാസത്തിലാണ്. അയ്യകൂനൽ അഖദ് ഫിൽ മസ്ജിദി, എൻ്റെ പ്രിയമുള്ളവരെ, നിക്കാഹിന്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് കാണാം, നിക്കാഹിന്റെ വിശേഷങ്ങൾ പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഒരു മനുഷ്യൻ അവന്റെ മകളുടെ അല്ലെങ്കിൽ അവന്റെ ആരുടെയെങ്കിലും ബന്ധപ്പെട്ടവൻ്റെത് നിക്കാഹ് നടത്തുകയാണെങ്കിൽ അത് പള്ളിയിൽ വെച്ച് ആകൽ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ വയൗമൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസത്തിലാകൽ ഏറ്റവും പവിത്രമുള്ള കാര്യമാണ്. വഅവ്വലുൻ നഹാർ, അത് പ്രഭാത സമയത്ത് പകലിന്റെ ആദ്യത്തിലാകലും ഏറ്റവും നല്ല കാര്യമാണ്. അവിടുന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ, ചില ആളുകൾ ചർച്ച നടത്തുന്നത് പോലെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധമായ സഫർ മാസത്തിൽ നിക്കാഹിന് പറ്റില്ലല്ലോ, അത് കൂടുതൽ വല്ലാത്ത അപകടമാണല്ലോ, ആ ഒരു സമയത്ത് വല്ലാത്ത ശർറുള്ള സമയങ്ങളാണല്ലോ എന്നവിടുന്ന് ചോദിക്കണ്ട, എന്നവിടുന്ന് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. എന്നിട്ട് അവിടുന്ന് മഹത്തുക്കൾ പറയുന്നത് കാണാം. ഏറ്റവും പവിത്രമായ മാസമുണ്ടല്ലോ, അത് പരിശുദ്ധമായ ശവ്വാൽ മാസമാണ്. ശവ്വാൽ മാസമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിക്കാഹ് ചെയ്യുമ്പോൾ തൻ്റെ മകളുടേതാകട്ടെ, തൻ്റെ കൂടപ്പിറപ്പിന് ആരതാകട്ടെ, നമ്മൾ നിക്കാഹ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പള്ളിയിൽ വെച്ചിട്ട് നമ്മുടെ മകളുടെ നിക്കാഹ് നടത്തലാണ്. പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുമ്പോൾ അത് പള്ളിയിൽ വെച്ച് ആകലും, അതേപോലെ വെള്ളിയാഴ്ച ദിവസമാകലും, ആ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിനാകലും, പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൽ അതാകലും വളരെ പവിത്രതയുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ഇമാം സഖാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ശവ്വാൽ മാസത്തിനൊക്കെ പറഞ്ഞപ്പോൾ, ശവ്വാൽ മാസത്തെ അവിടുന്ന് കണ്ടപ്പോൾ അതാ മഹാനവറുകൾ അവിടുന്ന് പറയുകയാ, ഈ പവിത്രമായ ശവ്വാൽ മാസത്തിൽ ആരെ കൊണ്ടാണ് നടത്താൻ കഴിയുന്നത്? അവർക്ക് ഈ ശവ്വാൽ മാസത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, അവർക്ക് നിക്കാഹ് നടത്താവുന്നതാണ്, അവർക്ക് നന്മകൾ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അവിടുന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്, ശവ്വാലല്ലാത്ത എല്ലാ മാസവും ഒരുപോലെയാണ്, ശവ്വാലല്ലാത്ത എല്ലാ മാസവും ഒരുപോലെയാണ്. എന്നാൽ അവിടുന്ന് വീണ്ടും
വീണ്ടും മഹാനവറുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പരിശുദ്ധമായ സഫർ മാസമുണ്ടല്ലോ, ഈ പരിശുദ്ധമായ സഫർ മാസമുണ്ടല്ലോ, അത് ശവ്വാൽ മാസം കഴിഞ്ഞാൽ പിന്നെ പവിത്രത കാണപ്പെടുന്നുണ്ട് എന്ന് മഹാനായ സഖാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് സഫർ മാസത്തിൽ എൻ്റെ മകളുടെ നിക്കാഹ് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ നിക്കാഹ് നടത്താൻ പറ്റുമോ, അതൊക്കെ രഹസ്യപ്പെടുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ തെളിവായി കൊണ്ട് മഹാനായ തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് കാണാം. മഹാനായ സുഹരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാമല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ സുഹരി ഇമാം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, സവ്വജത ഇബ്നതഹു ഫാത്തിമത അലി ഫീ ശഹ്രി സഫർ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നും മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അവിടുന്ന് നിക്കാഹ് ചെയ്തു കൊടുത്തത് പരിശുദ്ധമായ സഫർ മാസത്തിലാണ്. അതുകൊണ്ട് സഫറിൽ നമ്മൾ ഒരിക്കലും തന്നെ ആ സഫറിനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തേണ്ടതില്ല. പരിശുദ്ധമായ സഫറിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. ആ ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രോഗ്രാമുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, പടച്ച റബ്ബേ, എൻ്റെ മോളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ കടന്നു വരുമോ, എൻ്റെ മോന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമോ, എൻ്റെ പ്രിയമുള്ളവരെ, എന്ന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ റഹ്മാനേ, നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നന്മ നൽകണേ അല്ലാ, നീ ഞങ്ങളെ നല്ലവരിൽ പെടുത്തണേ തമ്പുരാനേ. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ്, മനസ്സിലായോ? നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാണ്. നമ്മളെ മകന് മയത്ത് കൂടെ ഓടി, മയത്ത് കൂടി ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ നിന്നിട്ട് പറയാണ് കുട്ടിനോട്, കുട്ടി മയ ഇങ്ങനെ കണ്ടപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയതാണ്. നമ്മൾ കുട്ടിനോട് പറയണം, മോനെ നീ അതിലൂടെ ഓടരുത്, പനി വരും, പനി വരും. പിന്നാലെ നടന്നിട്ട് നമ്മൾ കുട്ടിന്റെ പിന്നാലെ ഓടി, കുട്ടി ഓടിയപ്പോൾ നമ്മൾ കുട്ടിനെ പിടിക്കാൻ വേണ്ടി ഓടി. കുട്ടിനോട് നമ്മൾ പറയാണെന്ത്, മോനെ നീ ഓടല്ലേ, പനി വരും, പനി വരും, പനി വരും. കുട്ടി ഇതിങ്ങനെ കേൾക്കാണ്, ഉമ്മ പറഞ്ഞെന്താ, പനി വരും, പനി വരും. പഠിച്ചവൻ അപ്പം എന്തായാലും പനിക്കുന്ന കുട്ടിക്ക് ഉറപ്പായി. അങ്ങനെ കുട്ടി ഒരുപാട് മുന്നോട്ട് ഓടി. പക്ഷേ കുട്ടിയുടെ മനസ്സിനകത്തുള്ളത് ഉമ്മ ബേക്കുന്ന പറയുന്ന പനിയാണ്, പനി വരുമെന്നാണ്. അവസാനം ഉമ്മയും കൂടെ ഓടിയിട്ടുണ്ട്. ഉമ്മ ഓടുന്നത് കുട്ടിനെ പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. രാത്രിയായി, കുട്ടിക്ക് പനി തുടങ്ങി. ആ ഓടിയ കുട്ടിക്ക് പനിച്ചു, പക്ഷേ പിറകെ ഓടിയ ഉമ്മാക്ക് പനിച്ചില്ല. കാരണം എന്താണ്? നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് ചിന്തിക്കുന്നത് പോലെയാണ്. ഉമ്മാന്റെ ചിന്ത എൻ്റെ കുട്ടിനെ പിടിക്കണമെന്നായിരുന്നു, അല്ലേ? ഉമ്മാന്റെ ചിന്ത എന്തായിരുന്നു? എനിക്ക് എൻ്റെ കുട്ടിനെ പിടിക്കണം. കുട്ടിയുടെ മനസ്സിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു? പനി എന്നൊരു ചിന്ത കൊടുത്തു. കുട്ടിയുടെ മനസ്സിനകത്ത് അത് പെട്ടെന്ന് കയറി. കുട്ടിയുടെ ചിന്ത എന്തായി? പനിയിലേക്കായി, എനിക്ക് പനിക്കും എന്നതായി. മനസ്സിലായില്ലേ? കുട്ടിക്ക് രാത്രി പനിച്ചു. ഉമ്മാക്ക് ആ ചിന്ത അല്ലാത്തത് കൊണ്ട് ഉമ്മാക്ക് പനിച്ചതുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണോ, നമ്മൾ വിചാരിക്കാണ് ഞാൻ ഇന്ന കാര്യം ചെയ്താൽ, ഇന്ന ദിവസത്തിലൊരു കാര്യം ചെയ്താൽ, അല്ലെ? സഫർ മാസത്തിൽ എൻ്റെ ആരോ പറഞ്ഞിട്ടുണ്ട്, സഫറിൽ ഒന്നും ചെയ്യാൻ പാടില്ല, അത് കൊള്ളാത്ത മാസമാണ് എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്, പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് നമ്മൾ ഇന്നും ആ സഫർ മാസത്തിൽ നമ്മൾ ഒരു നന്മയും ചെയ്യില്ല. അപ്പോ മകൻ എന്ത് ചെയ്തു? ഒരു സഫർ മാസത്തിൽ ഒരുത്തൻ അറിയാതെ ഒരു ഫാമിലി അവിടുന്ന് കല്യാണം വെച്ചു, അല്ലെങ്കിൽ നിക്കാഹ് വെച്ചു. അവരെടുത്ത് ആരോ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? സഫർ മാസത്തിൽ ആരെങ്കിലും വെക്കുവോ? അത് പ്രശ്നത്തിൽ കത്തൂലേ? പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ കുടുംബ ജീവിതത്തിൽ ചെറിയ വിഷമങ്ങളെ കണ്ടു. നമ്മൾ എന്ത് മനസ്സിലാക്കും?
ഈ ഒരു പ്രശ്നം വന്നത് അന്ന് നമ്മൾ സഫർ മാസത്തിൽ കല്യാണം വെച്ചത് കൊണ്ടാണ് അല്ലേ? ഇങ്ങനെ ചിന്തകൾ എന്താകും മനുഷ്യന്റെ ഹൃദയത്തിൽ. ഇബ്ലീസിന്റെ ചില ചാഞ്ചാട്ടങ്ങളും എൻ്റെ പ്രിയമുള്ളവരെ ഓരോ അത്ഭുതങ്ങളും ഇബ്ലീസിന്റെ ഓരോ ഷർറുകളും നമ്മളിങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. സഫർ മാസത്തെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് എന്ത് ഫംഗ്ഷൻ വെക്കാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തി കൊടുത്തത് അത് പരിശുദ്ധമായ സഫർ മാസത്തിലാണ്. പിന്നെ എന്തിനാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പേടിക്കുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ നമുക്ക് തരുമല്ലോ. നിക്കാഹിനും മറ്റു കാര്യങ്ങൾക്കും ഏറ്റവും പറ്റുന്ന മാസം അത് പരിശുദ്ധമായ ശവ്വാൽ മാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മഹാനായ ഇമാമിങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, സഫറിൽ നടത്തൽ അതിൽ കഴിഞ്ഞാൽ പിന്നെ പുണ്യമുള്ളതാണ്. ഏറ്റവും നല്ലത് പരിശുദ്ധ ശവ്വാൽ മാസമാണ് അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ സഫറിന്റെ സ്ഥാനമുണ്ട് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു നന്മ ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്കൊരു നല്ല നന്മ പറഞ്ഞു തരാം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു നന്മ. ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് പാപങ്ങളായ ഒരുപാട് ആളുകൾ വിഷമങ്ങൾ പറഞ്ഞിട്ട് വരും, അവരുടെ വേദനകൾ പറഞ്ഞിട്ട് വരും, പ്രയാസങ്ങൾ പറഞ്ഞിട്ട് പാവപ്പെട്ട ആളുകൾ വരും അല്ലേ? ഒരുപാട് പാവങ്ങൾ വിഷമങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെയോ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിജയത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. നമ്മൾ മനുഷ്യരോട് മാത്രം നല്ല നിലയിൽ പെരുമാറിയാൽ പോരാ, നമ്മുടെ സഹജീവികളോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ കൂടപ്പിറപ്പുകളോട്, എല്ലാവരോടും നമ്മൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നന്മയുള്ളവരാകാൻ നമ്മൾ ശ്രമിക്കണേ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. കൂട്ടുകാരോടും കൂടപ്പിറപ്പുകളോടും മാത്രമല്ല, നമ്മുടെ സഹജീവികൾ, നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വളർത്താൻ കഴിയുന്ന മൃഗങ്ങൾ, നമ്മുടെ തൊടുവിലൂടെ നടക്കുന്ന സഞ്ചരിക്കുന്ന മൃഗങ്ങൾ, അല്ലാഹുവേ പടച്ച റബ്ബേ, പക്ഷികൾ, ഇവരോടെല്ലാവരോടും കരുണ ചെയ്യുക എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയത്തിന്റെ കാരണമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഇതാ നമ്മുടെ മജ്ലിസിൽ നമ്മൾ ചർച്ച നടത്തുകയാണ്. ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് മാറ്റിമറിച്ചു കൊള്ളുക. നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊരു ചിന്ത നമ്മൾ കൊണ്ടുവന്ന് വെക്കുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കാണുക. അതാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, മൻ അഗാസ മൽഹൂഫാ, ആരെങ്കിലും പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് സഹായവുമായിട്ട് വന്നാൽ, വല്ലാത്ത വേദനയാണ്, വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, രോഗങ്ങളാണ്, പടച്ച റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് കടന്നു പോകുന്ന ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് എങ്ങാനും പ്രയാസത്തിന്റെ കെട്ടഴിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടി കണ്ണുനീരോടെ കടന്നു വന്നാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നിട്ട് അവരെ സഹായിച്ചാൽ, ആ കടന്നു വന്നവന്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന നാണയത്തുട്ടുകൾ വെച്ചു കൊടുത്താൽ, പ്രയാസപ്പെടുന്നവന്റെ കണ്ണീരൊപ്പിയാൽ, പ്രയാസപ്പെടുന്നവന്റെ വേദനകൾക്ക് നമ്മൾ അറുതി കടിച്ചാൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം കൊടുത്താൽ, കതബല്ലാഹു ലഹു 73 ഹസനാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ മുമ്പിലുണ്ടല്ലോ അല്ലാഹു തആല 73 നന്മകളെ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. 73 ദറജകൾ അല്ലാഹു കൊടുക്കുകയാണ്. 73 നന്മകളെ അല്ലാഹു തആല അവരിലേക്ക് എത്തിക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ നമ്മുടെ മുമ്പിലേക്ക് പാവപ്പെട്ടവൻ അവിടുന്ന് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നാൽ, ഇന്ന് വയനാടിന്റെ മണ്ണിൽ എത്രയോ പാവപ്പെട്ട മക്കൾ വീടില്ലാതെ വസ്ത്രമില്ലാതെ ഒന്നുമില്ലാതെ പ്രയാസപ്പെടാൻ, അവർക്ക് വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് ആരെങ്കിലും കരങ്ങൾ നീട്ടിയിട്ട് വന്നാൽ, അല്ലെങ്കിൽ അവർ തന്നെ വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ വിഷമം അനുഭവിക്കുന്നവരാണ്, നാട്ടുകാരാണ്, അവരെങ്ങാനും പ്രയാസത്തിന്റെ കയ്പ് നീരുമായിട്ട് കടന്നു വന്നാൽ, എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 73 നന്മകൾ അല്ലാഹു നിന്നിലേക്ക് എഴുതപ്പെടുകയാണ്. എന്നിട്ട് അവിടുന്ന് ഒരൊറ്റ നന്മയെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, വാഹിദതൻ മിൻഹാ, അതിലൊരൊറ്റ നന്മയുണ്ടല്ലോ, യുസ്ലിഹുല്ലാഹു ബിഹാ ആഖിറതുഹു വദ്ദുനിയാ, ഒരൊറ്റ നന്മ കൊണ്ട് തന്നെ അവന്റെ ആഖിറവും അവന്റെ ഈ ദുനിയാവും അവനിക്ക് നന്നാക്കാൻ കഴിയുന്നതാണ്. ആ 73 എണ്ണത്തിൽ ഒറ്റൊരു നന്മ കൊണ്ട് തന്നെ അവന്റെ ദുനിയാവും അവന്റെ ആഖിറവും അവനിക്ക് മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുക. അപ്പൊ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ നന്മ കൊണ്ട് തന്നെ നമ്മുടെ ഇരു ലോകവും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. എന്ത് ചെയ്യേണ്ടതുള്ളൂ? നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം പാപങ്ങൾക്ക് ചെയ്യാം. വിഷമങ്ങൾ വന്ന് പറയുന്നവനിക്ക് നമ്മൾ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. എത്ര ചെയ്താൽ മതി? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ. വീണ്ടും അതാ ഇവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൽ ബാഖി ഫിദ് ദറജാത്ത്, ബാക്കിയുണ്ടല്ലോ 72 നന്മകളുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ആ ബാക്കിയുള്ള 72 നന്മകളെ, ആ നന്മകളെ കൊണ്ട് പടച്ച റബ്ബിന്റെ പരലോകത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തുണ്ടല്ലോ, ആ സ്വർഗ്ഗലോകത്ത് നിനക്ക് വലിയ സ്ഥാനമാനങ്ങൾ കണക്കാക്കുന്നുണ്ട്. അവിടെ നിനക്ക് വലിയ സ്ഥാനമാനങ്ങൾ തരികയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാം. ആ 72 നന്മകൾ നാളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത്, ആ സ്വർഗത്തിന്റെ വലിയ അനുഭൂതികളിലൂടെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല കണക്കാക്കി വെക്കും. ദുനിയാവ് നന്നാകാനായിട്ട് ഒറ്റൊന്ന് മതി. മനസ്സിലായില്ലേ? അപ്പൊ തന്നെ അതിന്റെ ആ ഒരു നന്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, എത്രത്തോളം ഉണ്ടാകും ആ നന്മ എന്ന്. ഒറ്റൊരു നന്മ കൊണ്ട്, 73 ഒറ്റ നന്മ കൊണ്ട് തന്നെ ആ മനുഷ്യന്റെ ഇരുലോകവും അവിടെ